ഏത് സമയത്തും സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും പ്രതീക്ഷിക്കാവുന്ന വളരെ ജാഗ്രതയോടുകൂടി പോകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. കണ്ണൂരിൽ ഇതാ ബോംബ് പൊട്ടുന്നു, ഈരാറ്റുപേട്ടയിൽ പൊട്ടുന്നു, എറണാകുളത്ത് കളമശ്ശേരി സെംറ കൺവെൻഷൻ സെന്ററിൽ പൊട്ടുന്നു, എലത്തൂർ ഷാരൂഖ് സൈഫിയെ പോലെ ഒരു ഭീകരൻ ഷഹീൻ ബാഗിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് ഇവിടെ വന്ന് കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിന് തീയിടുന്നു. ഒന്നാമത് തീയിട്ടു, വേണ്ടുന്ന രൂപത്തിൽ ആളപായമുണ്ടായില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ബോഗിക്കും തീയിടാൻ ശ്രമിക്കുന്നു. ഇത് സുന്ദര കേരളത്തിന്റെ അവസ്ഥയാണ്. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറിയും അനുദിനമെന്ന വണ്ണം വാർത്താ സമ്മേളനങ്ങളും ഒക്കെ വച്ചുകൂട്ടി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതരാഷ്ട്ര ഭീതിയെ കുറിച്ചിട്ടുള്ള വാർത്തകളിൽ നിന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്ന ചില വാർത്തകൾ നമുക്കറിയാം. ഇവരുടെ ഇടതന്റെയും വലതന്റെയും ഇസ്ലാം മത പ്രീണനമാണ് നമ്മുടെ നാടിനെ ഇത്തരത്തിൽ ഒരു ദുര്യോഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയത് എന്നറിയാത്തവരല്ല നമ്മൾ. ഇപ്പോഴും അവരത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകരവാദത്തെ കുറിച്ച് ജാഗ്രത വളർത്തിയെടുക്കാൻ ഒരു വിഭാഗം ആളുകൾ ജീവൻ പണയം വെച്ച് അഹോരാത്രം പരിശ്രമിക്കുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ ഭരണ തുടർച്ച മാത്രം ലക്ഷ്യമിടുമ്പോൾ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്നില്ല. രാഷ്ട്രമുണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രീയമുണ്ടാകൂ. ഈ ഭീകരവാദം എങ്ങനെ ഇതിനെ തടുക്കണം, നമ്മൾ എത്ര കണ്ട് ജാഗ്രതയോടുകൂടി ഇതിനെ പ്രതിരോധിക്കണം, ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് സാധിക്കുമോ, അതെങ്ങനെ എന്നൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു സംസ്ഥാനം കൂടിയായി മാറുകയാണ് ഈ കേരളം. ഈ തീവ്രവാദത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നിരോധനത്തോടുകൂടി NIA കൊണ്ടുപോയ അനേകായിരം തീവ്രവാദ നേതാക്കളുടെ തീഹാർ ജയിലിലെ ജീവിതത്തോടു കൂടിയൊക്കെ നമുക്കത് മനസ്സിലായതാണ്. അവരുടെ സജീവ സാന്നിധ്യം NIA രൂപത്തിൽ ഈ കേരളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ മതരാഷ്ട്ര ഭീകരന്മാരോട് കഴിഞ്ഞ കാലങ്ങളിൽ സന്ധി ചെയ്ത് ഭരിച്ച രണ്ട് മുന്നണിയെയും നമുക്കിന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഇവരുടെ വോട്ടാണ് ലക്ഷ്യം. ആ വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ എന്ത് മറുകണ്ഠം ചാടിയ കളിയും കളിക്കുമെന്ന് മാത്രമല്ല, ഈ ഭീകരരെ അനുനയിപ്പിക്കാനും പ്രീണിപ്പിച്ചു കൂടെ നിർത്താനും ഏത് മാർഗവും സ്വീകരിക്കും. അങ്ങനെ വരുമ്പോ ഇതിൽ നിന്ന്, ഇവരുടെ ഈ തീവ്രവാദ പിടിയിൽ നിന്ന് നമ്മൾ സുരക്ഷിതരാണോ? നമുക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ആരെ തെരഞ്ഞെടുക്കും ഈ രാജ്യം ഭരിക്കാൻ? ഇതിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കും? കഴിഞ്ഞ കാലങ്ങളില് ഈ തീവ്രവാദത്തെ സംബന്ധിച്ച് ധാരാളം പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. 1986 ശരീഅത്ത് വിവാദ കാലത്തെ പ്രചാരണങ്ങൾ നമുക്കറിയാം. അപ്പോ EMS തുടക്കമിട്ട ശരീഅത്ത് വിവാദം മുതൽ കേരളത്തിൽ ശക്തമായ രൂപത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഏകീകരണം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഭരണഘടനാപരമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംഘടിക്കുകയും അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ അവർ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടാണെങ്കിലും ശരി നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഒരവകാശവും ലഭിക്കുന്നില്ല. അവർ രാഷ്ട്രീയ സംഘടനകളായും മതസംഘടനകളായും
സംഘടിച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് പോലെ അവർ വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായ ചേരിതിരിവുകൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ മതേതര ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലത്. കേരളത്തില് ഇതാണ് അവസ്ഥ. മോങ്ങാനിരിക്കുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറയുന്നത് പോലെ ന്യൂനപക്ഷ വർഗീയത എന്ന അമൂർത്തമായ ആശയത്തെ നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. ഒരുപക്ഷെ അത് ഈ നാടിനെ ഓർമ്മിപ്പിക്കാൻ EMS കാണിച്ച വലിയ ത്യാഗോജ്ജലമായ മനസാക്ഷിയുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ദേശീയ തലത്തിൽ തന്നെ രൂപം കൊണ്ടിരിക്കുന്ന സവർണ ഫാസിസത്തെ കുറിച്ചിട്ടല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടെ എങ്ങനെയാണ് തീവ്രവാദത്തെ ചെറുക്കേണ്ടത്? അത് ന്യൂനപക്ഷ തീവ്രവാദമായി ആണെങ്കിലും തെറ്റ്, ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും തെറ്റ്. ഇവിടെ നമ്മൾ ഇസ്ലാമിലെ വർഗീയതയെ സംബന്ധിച്ചും തീവ്രവാദത്തെ സംബന്ധിച്ചും പറയുമ്പോൾ BJP വളരുവാണെന്നും ഇസ്ലാമിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സംഘപരിവാരങ്ങൾക്ക് മുസ്ലിങ്ങളെ അടിക്കാനുള്ള ഒരു വടിയാകുമെന്നും ഒക്കെ പറഞ്ഞ് സത്യത്തെ പിന്നോട്ട് വലിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണം കൂടി പറയാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളത്തെക്കാൾ കൂടുതൽ ശത്രുക്കൾ ഈ ഭാരതത്തിനകത്ത് നിന്നുള്ളവരായിരിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരുള്ളത് ഈ രാജ്യത്തിനകത്താണ്. പുറത്തുള്ള ശത്രുവിനെ ചെറുക്കാൻ എന്തു മാർഗവും ഈ രാജ്യം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോഴും ചെറുക്കാൻ സാധിക്കാത്തത് ഈ രാജ്യത്തിനകത്തുള്ള ശത്രുവിനെയാണ്. കാരണം അവർക്കെതിരെ ആയുധം പ്രയോഗിക്കാൻ സർക്കാരിനോ സേനയ്ക്കോ സാധിക്കുന്നില്ല. നമുക്കറിയാം, കോവിഡ് സമയത്തൊക്കെ ബംഗാളിൽ നിന്ന് ഒരുപാട് ലേബർമാര് സ്വദേശത്തേക്ക് മടങ്ങിയത് നമുക്കറിയാം. പിന്നീട് കുറച്ച് ബംഗാളികൾ ശേഷിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യയിൽ എവിടെയും വീടില്ലാത്ത ആളുകളായിരിക്കും. ഇവരെ SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്നീ വർഗീയ ശക്തികളാൽ നിയന്ത്രിക്കപ്പെട്ടു. വിദേശ തീവ്രവാദ ഗ്രൂപ്പുകളോട് വിധേയത്വമുള്ള ആളുകളുമാണിവർ. ഇതൊക്കെ NIA പുറത്തു വിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കെതിരെ സ്ലീപ്പിംഗ് സെല്ലുകളായി ഈ നാടിനകത്ത് നിലനിൽക്കുന്നത്. ഒരവസരം വരണം. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സമയം വന്നാൽ ഇന്ത്യക്കകത്തുള്ള ഈ കൂട്ടർ മുഴുവനും ഇന്ത്യക്കെതിരെ തിരിയില്ല എന്ന് പറയാൻ പറ്റില്ല. പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിന്റെ അഗ്നിശമന സേന പരിശീലനം കൊടുക്കുന്നത് ആരെ തീവെന്താൽ രക്ഷപ്പെടുത്താനാണ്? പാകിസ്ഥാൻകാർക്കോ? അതോ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ രക്ഷപ്പെടുത്താനുള്ള പരിശീലനമോ? നമ്മൾ കുറെ നാളുകളായി മുഴങ്ങിക്കേൾക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂര്. ഏറ്റവും കൂടുതൽ ഈ വിഭാഗം വന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് അതിഥി തൊഴിലാളികൾ വന്ന് തമ്പടിക്കുന്ന സ്ഥലമാണ്. പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയായി 35 ലക്ഷം കഴിഞ്ഞു ഇവരുടെ സംഖ്യ. ചാന്ദിനി എന്ന 5 വയസ്സുകാരിയെ ഒരു ആലംഷ അല്ലെ, അവൻ കൊണ്ടുപോയി ക്രൂരമായി ബലാത്കാരം ചെയ്തു കൊന്ന് ചാക്കിനകത്താക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞത് നമ്മൾ കണ്ടില്ലേ? ഇവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടി? അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇന്ത്യയിലെ ലഹരി മാഫിയകളുടെ തലസ്ഥാനമാക്കി മാറ്റുന്ന കേരളത്തിന്റെ ഹെഡ് ഓഫീസായി പെരുമ്പാവൂര് പ്രവർത്തിക്കുകയാണ് എന്ന സത്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ജാഗ്രതാ നിർദ്ദേശം പോലും ജനങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല.
ആയുധമെടുക്കാതെയും ഈ ഭാരതത്തെ നശിപ്പിക്കാം. ഇതാണ് ഇന്ന് മുസ്ലിം ഭീകരർ മുന്നോട്ട് വെക്കുന്ന തന്ത്രം. ലഹരി മാഫിയകളെ കൊണ്ട് നമ്മുടെ നാടിന്റെ യുവത്വം നശിച്ചിരിക്കുന്നു. ക്രമസമാധാന നില തകരാറിലായിരിക്കുന്നു. ഇന്നലെ ഒരു പെണ്ണിനെ 1 കോടി മയക്കുമരുന്നുമായിട്ടാണ് വാട്ടർ ഹീറ്ററിനകത്ത് വെച്ചിട്ട് പിടിക്കപ്പെട്ടത്. നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർന്നിട്ട് കൊല്ലം കുറയായി. ആളുകൾ കൂട്ടമായിട്ടെത്തുന്ന നിരത്തുകളിൽ ലഹരി മരുന്നുകൾ പരസ്യമായി വിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. നമ്മുടെ മക്കളെ നമ്മൾ വിശ്വസിച്ച ആലയത്തിലേക്ക് പഠിക്കാൻ വിടുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എന്ത് വിശ്വസിച്ചിട്ടാണെന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കൾ ചെന്നുപെടുന്ന ഇതുപോലെയുള്ള കരങ്ങളുണ്ടല്ലോ, ആ മക്കളിൽ നിന്നും 1000 മക്കളിലേക്ക്, 1000 കുടുംബങ്ങളിലേക്ക് ഇത് വ്യാപകമായി എത്തുന്നു. അവരുടെ ഭാവി ജീവിതം തുലയുന്നു. ഭരണമുണ്ട്, പോലീസുണ്ട്, ഇന്റലിജൻസ് വിഭാഗമുണ്ട്. ഇതൊന്നുമില്ലാത്ത നാടാണോ പെരുമ്പാവൂരെന്നൊന്നും ചോദിക്കരുത്. നമ്മള് ഒരു പാട്ടിവിടെ ഓർക്കണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പാട്ടിന്റെ അന്തസത്തയുണ്ടല്ലോ, അത് ഉൾക്കൊണ്ട ഒരു കാലഘട്ടമാണിത്. ഇവിടെ വാസം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? പറ്റില്ല. മലിനമായ ജലാശയം, അതിമലിനമായ ഒരു പുഴകളും, അല്ലെ, പുഴകള്, നദികള്. നമ്മളൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിലല്ല ഇന്ന് വളരുന്നത്. ഇന്നത്തെ മക്കൾ മുഴുവനും സൈബർ യുഗത്തിലാണ്. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് തിരിയുന്നില്ല. നമ്മള് മണ്ണറിഞ്ഞു, മഴയറിഞ്ഞു, വെയിലറിഞ്ഞ്, പൈപ്പിലെ വെള്ളം കുടിച്ച്, ചക്കയും മാങ്ങയും തിന്ന്, വവ്വാല് കടിച്ചതാണെങ്കിലും ശരി ചെത്തിക്കളഞ്ഞിട്ട് ബാക്കി തിന്ന്, അന്ന് ഇത്തരം രോഗങ്ങളൊന്നുമില്ല. അപ്പോ ഈ രൂപത്തില് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളെയും. ചില വിഷയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ മതം കടക്കാറുണ്ട്. പല വിഷയങ്ങളിലും, പല സംഭവങ്ങളിലും. തിരുവനന്തപുരത്ത് നന്തങ്കോട് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും മുത്തശ്ശിയെയും ഒരു കേഡൽ ജിൻസൺ കൊലപ്പെടുത്തിയ സമയത്ത് അവന്റെ മതം ചർച്ചയാകുന്നില്ല. ഒരാൾ എഴുതിയ പോസ്റ്റ് എനിക്ക് രാവിലെ വേറൊരാൾ ഇട്ടു തരികയാണ്. കണ്ണൂരിലെ ഒരു കുഞ്ഞിനെ ഒരു പെണ്ണ് കടൽക്കരയിൽ അടിച്ചു കൊന്നില്ലേ, പാറക്കെട്ടിലേക്ക് എറിഞ്ഞു കൊന്നത്. ആ സമയത്ത് ശരണ്യ, അവള് ഹിന്ദു മതവിശ്വാസിയായിരുന്നു. അവളുടെ മതത്തിന് പ്രശ്നമുണ്ടാകുന്നില്ല. അപ്പൊ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും ചെയ്യുന്ന തെറ്റാകുന്നില്ല. ഇനി തെറ്റായാൽ പോലും അവരുടെ മതം ചർച്ചയാകുന്നില്ല. പക്ഷേ ഒരു ഉസ്താദ് എഴുതിയ പോസ്റ്റാണെന്ന് തോന്നുന്നു, രാവിലെ വായിച്ചതാ. പാലക്കാട് കുട്ടിയുടെ കഴുത്തറുത്ത് കൊല ചെയ്ത ഷാഹിദയുടെ വാർത്ത വന്നപ്പോൾ അവരുടെ മതം വിഷയമായിരുന്നു. അവരുടെ മതത്തെ പ്രതിക്കൂട്ടിൽ കയറ്റാനുള്ള ശ്രമമാണത്ര എന്നെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. അതാണ് അതിൽ എഴുതിയ പോസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരണ്യ സ്വന്തം കുഞ്ഞിനെ കടലിലടിച്ചു കൊന്നത് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാ. അവിടെ മതം വരുന്നില്ല. ഇവിടെ ഷാഹിദ എന്ന പെണ്ണ് ഇബ്രാഹിം നബി കണ്ട സ്വപ്നം കണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലി കൊടുക്കാൻ സ്വപ്നം കണ്ടതുപോലെ പാലക്കാടുകാരിയായ മദ്രസ അധ്യാപിക ഷാഹിദ സ്വപ്നം കണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മതം ചർച്ചയാണ്, മതവിഷയങ്ങൾ ചർച്ചയാണ്. അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ അല്ല അവിടെ മതം ചർച്ചയാകുന്നത്. ഒരുപാട് ജുവലറികൾ പല ആളുകളും ഇടാറുണ്ട്. പക്ഷേ ഒരു മുസ്ലിം ജ്വല്ലറി ഇട്ടപ്പോൾ അത് ചർച്ചയായി. കാരണം എന്താ? അവിടെ ഹലാൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, ഞാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ സ്വർണം വാങ്ങാൻ വന്നാൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മലബാർ ഗോൾഡിലോ അവിടെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചു, ഇവിടെ നിങ്ങൾക്കുള്ളതില്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പ്യൂർ ഹലാൽ ഗോൾഡ് ആണ്. നിങ്ങൾ താലിയും മിന്നും കുരിശും ഒന്നും ചോദിച്ച് ഇവിടെ വരണ്ട, നിങ്ങൾക്കുള്ള ഫാഷനിലുള്ള ഡിസൈൻസ് ഇവിടെ ഇല്ല.
എനിക്ക് അമുസ്ലിങ്ങളുടെ കച്ചവടം വേണ്ട. ഈ കേരളക്കരയില് ഒരു ജ്വല്ലറി ഇട്ടിട്ട് ഒരു ബിസിനസ്സുകാരൻ പറയുക, എനിക്ക് അമുസ്ലിങ്ങളുടെ ബിസിനസ് വേണ്ട, എൻ്റെത് ഹലാൽ ഗോൾഡാണ്, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. എങ്ങനെയുണ്ട്? ഈ നാട്ടിലാണ് ഈ നടക്കുന്നത്, നമ്മുടെ നാട്ടില്. അതായത് ഇതിലൊക്കെ